തദ്ദേശ തെരഞ്ഞെടുപ്പിൽ UDF BJP വൻ മുന്നേറ്റമെന്ന വാദം വസ്തുതാവിരുദ്ധമെന്ന് കണക്കുകൾ. ജില്ലാ പഞ്ചായത്ത്, മുനിസിപ്പാലിറ്റി, കോർപ്പറേഷൻ വോട്ടുകളെ അടിസ്ഥാനപ്പെടുത്തി കണക്കുകൂട്ടിയാൽ 64 നിയമസഭാ മണ്ഡലങ്ങളിൽ LDF-ന് മേൽക്കൈയുണ്ട്. തലസ്ഥാന നഗരസഭയിൽ ഏറ്റവും കൂടുതൽ വോട്ട് ഇടതുമുന്നണിക്കാണ്. തിരുവനന്തപുരത്ത് 11 നിയമസഭാ മണ്ഡലങ്ങളിലും കൊല്ലത്ത് 7 നിയമസഭാ മണ്ഡലങ്ങളിലും LDF ആണ് മുന്നിൽ. തദ്ദേശ തെരഞ്ഞെടുപ്പിൽ പ്രതീക്ഷിച്ചതുപോലെ വലിയ മുന്നേറ്റമുണ്ടാക്കാൻ ഇടതുമുന്നണിക്കായില്ല എന്നത് ശരിയാണ്. എന്നാൽ LDF വലിയ തോതിൽ തകർന്നുവെന്ന പ്രചരണം വസ്തുതാവിരുദ്ധമെന്നതാണ് കണക്കുകൾ സൂചിപ്പിക്കുന്നത്. ജില്ലാ പഞ്ചായത്ത്, മുനിസിപ്പാലിറ്റി, കോർപ്പറേഷൻ വോട്ടുകളുടെ അടിസ്ഥാനത്തിൽ കണക്കുകൂട്ടിയാൽ തന്നെ 64 നിയമസഭാ മണ്ഡലങ്ങളിൽ LDF-നാണ് മേൽക്കൈ. 2500-ന് താഴെ മാത്രം വോട്ടിന് പിന്നിലായ 10 മണ്ഡലങ്ങൾ ഇതിലുണ്ട്. നിയമസഭാ തെരഞ്ഞെടുപ്പിൽ LDF-നൊപ്പം മാത്രം നിൽക്കുന്ന മണ്ഡലങ്ങളാണിവ എന്നതും പ്രത്യേകതയാണ്. 2010-ലെ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ 6 ജില്ലാ പഞ്ചായത്തുകളിൽ മാത്രമായിരുന്നു LDF-ന് ബ്ലോക്കുകൾ 91 എണ്ണം UDF-ന് ലഭിച്ചപ്പോൾ LDF-ന് 59 എണ്ണം മാത്രമാണ് അന്ന് ലഭിച്ചത്. ഗ്രാമപഞ്ചായത്തുകളിൽ UDF-ന് 601, LDF-ന് 360 എന്നായിരുന്നു അന്നത്തെ കണക്ക്. നിയമസഭാ മണ്ഡല അടിസ്ഥാനത്തിൽ കണക്കാക്കിയാൽ 88 അന്നത്തെ UDF-ന്റെ ലീഡ്. എന്നാൽ അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പിൽ LDF-ന് 68 സീറ്റ് നേടാനായി. UDF-ന് ലഭിച്ചത് 72. 2 നിയമസഭാ മണ്ഡലങ്ങളിൽ LDF 500-ൽ താഴെ വോട്ടിനാണ് പരാജയപ്പെട്ടത്. 1000-ൽ താഴെ വോട്ടിന് 4 മണ്ഡലങ്ങൾ LDF-ന് അന്ന് നഷ്ടപ്പെട്ടിരുന്നു. 1% താഴെയായിരുന്നു UDF-യുമായുള്ള LDF-ന്റെ വോട്ട് വ്യത്യാസം. ഇനി ഇത്തവണത്തെ കണക്കുകളിലേക്ക് വന്നാലും തലസ്ഥാന ജില്ലയിൽ 11 നിയമസഭാ സീറ്റുകളിൽ LDF-ന് ലീഡുണ്ട്. തിരുവനന്തപുരം കോർപ്പറേഷനിൽ BJP ഏറ്റവും വലിയ ഒറ്റക്കക്ഷി ആകുമ്പോഴും ഏറ്റവും കൂടുതൽ വോട്ട് ലഭിച്ചത് LDF-നാണ്. കോൺഗ്രസിന്റെ വോട്ട് കുത്തനെ ഇടിഞ്ഞു. ഈ വോട്ടുകൾ BJP-യിലേക്ക് ഒഴുകി. വാർഡ് അടിസ്ഥാനത്തിൽ ലഭിച്ച വോട്ടുകളും ആകെ കണക്കും പരിശോധിച്ചാൽ തലസ്ഥാന നഗരസഭയിൽ BJP-ക്ക് അധികാരം ഉറപ്പിച്ചത് കോൺഗ്രസ് ആണെന്ന് ഏവർക്കും മനസ്സിലാകും. കോർപ്പറേഷൻ ഭരണത്തിൽ നിന്ന് LDF-നെ പുറത്താക്കുകയെന്ന ഏക ലക്ഷ്യമായിരുന്നു BJP-ക്കും UDF-നും. എല്ലാ ജില്ലകളിലെയും കണക്കുകൾ ഇതിന് സമാനമാണ്. തദ്ദേശ തെരഞ്ഞെടുപ്പിലെ വോട്ട് നില പ്രകാരം കൊല്ലം ജില്ലയിലെ 11 നിയമസഭാ മണ്ഡലത്തിൽ 7 ഇടങ്ങളിൽ LDF ആണ് മുന്നിൽ. കൊല്ലം, ഇരവിപുരം, പുനലൂർ, ചടയമംഗലം, കുന്നത്തൂർ, ചാത്തന്നൂർ, കൊട്ടാരക്കര മണ്ഡലങ്ങളിലാണ് LDF-ന് മുൻതൂക്കം ഉള്ളത്. ജില്ലാ പഞ്ചായത്തിൽ 41.13% വോട്ടും LDF-ന് ലഭിച്ചു. ഗ്രാമ, ബ്ലോക്ക് പഞ്ചായത്തുകളിലെ വോട്ടു നിലയിലും സീറ്റു നിലയിലും LDF ആണ് ഏറെ മുന്നിൽ. കൈരളി ന്യൂസ്, തിരുവനന്തപുരം.